നമസ്കാരം. എൻ്റെ പേര് അൻഷാദ് എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ സെൻ്ററിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓങ്കോളജി ICUയുടെ മുന്നിലാണ്. രേണുസുതി നിലവിൽ ICUവിൽ അഡ്മിറ്റാണ്, ശരിയാണ്. പക്ഷേ രേണുവിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ചില ആളുകളുടെ വീഡിയോസൊക്കെ കാണാനിട വന്നു. രേണു അത്യാസന്ന നിലയിലാണ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. രേണുസുതിയെ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ, സജീന, അങ്ങനെ കുറച്ച് ബ്ലോഗേഴ്സ് വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാം തന്നെ വ്യാജമാണ്. രേണുസുതിയുടെ ആരോഗ്യനിലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുകൾ മറികടന്നുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുകയും അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിനുള്ളിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയും അത് തന്റെ ഫേസ്ബുക്ക് പേജ് വഴി ലോകത്തെ മുഴുവൻ കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അൻഷാദ് പാല. ഇതേ അൻഷാദ് പാല ഇന്നലെ ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് രാവിലെ ആ ഒരു വീഡിയോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തു. മറ്റൊന്നുമല്ലായിരുന്നു കണ്ടന്റ്. രേണുസുതി ജീവൻ ഒടുക്കുവാൻ ശ്രമിച്ചു, അതിന് കാരണക്കാരൻ കിച്ചുവാണ് എന്ന തരത്തിലൊരു നറേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അൻഷാദ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽ പെട്ടതിന് തൊട്ട് പിന്നാലെ ഞാൻ രേണുസുതിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 1-2 ആളുകളെ കോൺടാക്ട് ചെയ്തു. അവരെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇന്നലെ രേണുസുതിയുമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ് എന്നായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ അവർ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഓഡിയോ സഹിതം ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അൻഷാദ് മുക്കിയ ആ ഒരു വീഡിയോയും ആ വീഡിയോ മുക്കിയതിന് തെളിവായിട്ടുള്ള സ്ക്രീൻഷോട്ടും ഞാനിവിടെ പങ്കുവെക്കുന്നതാണ്. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറിയൊന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. അപ്പൊ എനിക്ക് അൻഷാദിനോട് ചോദിക്കാനുള്ളത്, നീ കഴിഞ്ഞ ദിവസം വലിയ വീം വിളക്കല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിലക്കുകൾ മറികടന്നുകൊണ്ട് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് രേണുസുതിയുടെ കൂട്ടുകാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നത് കണക്ക് രേണുസുതിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവൾ ICUവിലാണെങ്കിൽ പോലും അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, അവളുടെ ജീവന് ഒരു ആപത്തുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യാജ നറേഷൻ ഉണ്ടാക്കി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്? എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നീ ഡിലീറ്റ് ചെയ്തു? അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നീ അപ്ലോഡ് ചെയ്ത സാഹചര്യം എന്താണ്? രേണുവും കിച്ചുവും തമ്മിലുള്ള തർക്കം, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് കൊഴുക്കുന്നുണ്ട്. അന്നേരം എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന രീതിയിൽ നീ ആ ഒരു വീഡിയോ എടുത്ത് നിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്തു. എന്നാൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രേണുവിന്റെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്കാർക്കും തന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല. രേണുവിന്റെ സഹോദരിയുമായിട്ടെല്ലാം അവർ ഇന്നലെ പോലും ഫോണിൽ സംസാരിച്ചതാണ്. രേണുവിന്റെ അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം ആട്ടി വിടുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇവർ ഭ്രാന്താണ് എന്നാണ് തങ്കച്ചൻ എന്ന് പറയുന്ന രേണുസുതിയുടെ അച്ഛൻ പറഞ്ഞതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എന്നാലും അവരുടെ ക്ലാരിഫിക്കേഷൻ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് ചിലപ്പോൾ പോസ്റ്റ് ചെയ്തേക്കും, സമയം കിട്ടുകയാണെങ്കിൽ. എനിക്ക് അൻഷാദിനോട് ചോദിക്കാനുള്ളത്, എടാ ഉളുപ്പുണ്ടോടെ മാറി? നീ കഴിഞ്ഞ ദിവസം കുറെ അധികം ഡയലോഗ് അടിച്ചല്ലോ. ഞങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് അറിഞ്ഞ ശേഷമാണ് രേണുസുതിയുടെ നില ഗുരുതരമാണ് എന്ന് വീഡിയോ ചെയ്തത്. നീ അന്ന് അവിടെ പോയി വലിയ ഷോ ഓഫ് നടത്തി വീഡിയോ ചെയ്തു. രേണുസുതിക്ക് യാതൊരു പ്രശ്നവുമില്ല, അത് വെറും കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന്. രേണുസുതിയുടെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല രേണുസുതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. നീ മാത്രം എങ്ങനെ അറിഞ്ഞു? രേണുസുതിനെ ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്? രേണുസുതി ജീവൻ ഒടുക്കാൻ ശ്രമിച്ച ആ ഒരു ഫാൻ നിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. കാരണം രേണുസുതിയുടെ വീട്ടുകാർ കണ്ടിട്ടില്ല, രേണുസുതിയുടെ സഹോദരി ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, രേണുസുതിയുടെ അച്ഛൻ അറിഞ്ഞിട്ടില്ല, ആ വീട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ല രേണുസുതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന്. അപ്പോൾ എങ്ങനെയാണ് അൻഷാദ് നീ മാത്രം അറിയുന്നത്? കുറച്ചൊക്കെ എത്തിക്സ് നീയും പാലിക്കണം. അന്ന് നീ വലിയ ഡയലോഗ് അടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നീ എന്തിനാ ഒരു വീഡിയോ മുക്കി? നീ എന്തിനാ ഒരു വീഡിയോ മുക്കി? അതിന് നീ ഉത്തരം പറ അൻഷാദ്. അപ്പൊ ഗൈസ് ശരിയെന്നാ, ഇത്രേ ഉള്ളു വീഡിയോ. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറിയൊന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ്
രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്, മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും.